ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 6 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ മാറ്റങ്ങൾ, അവാർഡുകൾ, ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, സ്പോർട്സ് മേഖലയിലെ ചാമ്പ്യൻസ് എന്നിവയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ പരീക്ഷകളിലും നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പത്രങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണെന്ന്. അങ്ങനെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പരീക്ഷകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡ്സ് കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് കേരളത്തിന്റെ ആദ്യത്തെ ഒരു സ്വകാര്യ ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ് ഈ ജൂൺ 4 ഈ ജൂൺ 4 ആരംഭിക്കുന്ന ട്രെയിൻ സർവീസ് ഇത് ഗോവയിലേക്കാണ്. ടൂറിസം ആയി ബന്ധപ്പെട്ട ഒരു ട്രെയിൻ സർവീസ് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ്. തിരുവനന്തപുരം മുതൽ ഗോവയിലേക്കുള്ള ഒരു ടൂറിസം. ഏതാണ്ട് 14 കോച്ചുകളും 60 സ്റ്റാഫും പാരാമെഡിക്കൽ ടീം, അതുപോലെ തന്നെ 24/7 എമർജൻസി റെസ്പോൺസ് ക്രൂ എന്നിവരടങ്ങുന്ന എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് അടങ്ങുന്ന ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് ആണ് ജൂൺ 4 മുതൽ ആരംഭിക്കുന്നത്. ഈ ട്രെയിൻ സർവീസിന് പുറകിൽ ആണ് ഇന്ത്യൻ റെയിൽവേ ഭാരത് ഗൗരവ് യാത്ര. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് SRMPR ഗ്ലോബൽ റെയിൽവേസ് പ്രൈവറ്റ് ലിമിറ്റഡും പ്രിൻസി വേൾഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 159. അതായത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് RSF എന്ന പേരിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആനുവൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അത് പ്രസിദ്ധീകരിച്ചു. ഇതിൽ പ്രകാരം 150 രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 159. അതായത് 180 159 ആണ് ഇന്ത്യയുടെ റാങ്കിങ്. പത്രസ്വാതന്ത്ര്യം ഈ ഒരു മേഖലയിൽ ഇന്ത്യയുടെ റാങ്ക് 159. തുർക്കി, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ അവയുടെ പുറകിലാണ് ഇന്ത്യയുടെ റാങ്ക്. തുർക്കിയാണെങ്കിൽ 158, പാകിസ്ഥാൻ 152, ശ്രീലങ്ക 150 ആണെങ്കിൽ ഇന്ത്യ 159 കഴിഞ്ഞ വർഷം, അതായത് 2023 ഇന്ത്യയുടെ റാങ്ക് 161. അതായത് അല്പം മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യക്ക് പത്രസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട്. ഈ ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുള്ളത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ISL ഫുട്ബോൾ 2023-24 നേടിയ ടീം ഏത്? മുംബൈ സിറ്റി FC. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് 2023-24 മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ സിറ്റി FC കിരീടം കരസ്ഥമാക്കി. മോഹൻ ബഗാനെ 3-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുംബൈ സിറ്റി ഈ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. മോഹൻ ബഗാന് വേണ്ടി ജോർജ് പെരേര ഡേസ് ഗോൾ നേടിയപ്പോൾ മുംബൈ സിറ്റിക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് പ്രൈറ ഡൈസ്, ബിപിൻ സിംഗ്, ജാക്കൂബ് വോഡ്ജസ് എന്നിവരാണ്. ഏതാണ്ട് 62,000 ഫാൻസ് ആണ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു കാണികളുടെ മുന്നിൽ വെച്ചാണ് മുംബൈ FC ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതായത് ISL ഇന്ത്യൻ സൂപ്പർ ലീഗ്. ഇന്ത്യൻ നാവികസേനക്കായി അടുത്ത തലമുറ ഓഫ്ഷോർ പെട്രോൾ ബസ്സുകൾ നിർമ്മിക്കുന്നത് ഏത് കപ്പൽശാലയാണ്? ഗോവ ഷിപ്പ്യാർഡ്. അതായത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ്ഷോർ പെട്രോൾ വെസൽസ് NGOPV എന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ വെസൽ ഇത് നിർമ്മിക്കുന്നത് ഗോവയിലാണ്. ഇത്തരത്തിലുള്ള 7 പെട്രോൾ വെസൽസ് ആണ് ഗോവയിൽ നിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ പെട്രോൾ വെസൽ ആണ് ഈ കഴിഞ്ഞ ദിവസം ഗോവയിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, അതായത് ഇന്ത്യൻ ഓഷ്യനിലെ ഹൂതികളുടെ അറ്റാക്ക്. ഇറാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹൂതീസ് ഇവർ കപ്പലുകൾക്കെതിരെ മിസൈൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് അറിയാം. പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒന്നാണ്. ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നേവി നല്ലൊരു സർവീസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ വീണ്ടും ഒരു 7 നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഷോർ പെട്രോൾ വെസൽസ്, അതായത് NGOPV പുറത്തിറക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ആണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഗോവ ഷിപ്പ്യാർഡ് ആണ് ഈ കപ്പലിന്റെ നിർമ്മാണം. പ്രൊജക്ട് 75I കീഴിൽ ഇന്ത്യൻ നാവികസേനയുടെ മെഗാ അന്തർവാഹിനി കരാർ ഏത് രാജ്യവുമായാണ്? ജർമ്മനി. പ്രൊജക്ട് 75I എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അന്തർവാഹിനി കപ്പൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ ആണ്. ഈ കരാർ ഇപ്പോഴും 100% ഫൈനൽ ആയിട്ടില്ല. എങ്കിലും ഈ കരാർ ലഭിക്കാൻ സാധ്യതയുള്ളത് ജർമ്മനിക്കാണ്. ജർമ്മനിയും അതുപോലെ തന്നെ സ്പെയിൻ ഈ ഒരു കരാർ നേടുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യൻ നേവി ജർമ്മനിയിലെ TKMS എന്ന അന്തർവാഹിനി കപ്പൽ നിർമ്മാതാക്കളുടെ സ്ഥലത്ത് സന്ദർശിച്ചിരുന്നു.
അതോടൊപ്പം തന്നെ അടുത്തത് സ്പെയിനിലെ നവാന്റിയ എന്ന അന്തർവാഹിനി നിർമ്മാതാക്കളുടെ സ്ഥലവും സന്ദർശിക്കുന്നുണ്ട്. ഏതാണ്ട് 43,000 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് ആണ് 75I എന്ന് പറയുന്ന സബ്മറൈൻ പ്രൊജക്ട്. ഇന്നലെ മെയ് 5 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നു? ഇതിന്റെ ഉത്തരം മേഘാലയ. മേഘാലയയുടെ ക്യാപിറ്റൽ ആണ് ഷില്ലോങ്. ഷില്ലോങ്ങിനെയാണ് സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്ന് ഷില്ലോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. നിരവധി ടൂറിസ്റ്റുകളാണ് സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ്, അതായത് ഷില്ലോങ് സന്ദർശിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് 2024 ജൂൺ 4 ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? തിരുവനന്തപുരം. ലോക പത്രസ്വാതന്ത്ര്യ സൂചിക 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 159. ISL ഫുട്ബോൾ 2023-24 നേടിയ ടീം ഏത്? മുംബൈ സിറ്റി FC. ഇന്ത്യൻ നാവികസേനയ്ക്കായി അടുത്ത തലമുറ ഓഫ്ഷോർ പെട്രോൾ വെസലുകൾ നിർമ്മിക്കുന്നത് ഏത് കപ്പൽശാലയാണ്? ഗോവ കപ്പൽശാല. പ്രൊജക്ട് 750I കീഴിൽ ഇന്ത്യൻ നാവികസേനയുടെ മെഗാ അന്തർവാഹിനി കരാർ ഏത് രാജ്യവുമായാണ്? ജർമ്മനി. ഇന്ന് മെയ് 6 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് ടീം ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ്? ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ടീം ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. പരീക്ഷയും ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ആണ് ജെഡിസ് കറണ്ട് അഫയേഴ്സ് എപ്പോഴും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.